കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു അടിപൊളി ചിക്കനും റൈസുമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും രുചിയാണ്. നമ്മൾ ചിക്കനിലൊരു സ്പെഷ്യൽ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്ത് അത് പിന്നീട് റൈസിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി വേവിച്ച് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് മസാല പിടിച്ച ചിക്കനും അതേ ഫ്ലേവറിൽ തന്നെയുള്ള റൈസുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതൊരു മൊറോക്കൻ സ്റ്റൈലിലുള്ള റൈസും ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് സെല്ല ബസ്മതി റൈസാണ്. ഈ അരി തന്നെ വേണമെന്നില്ല, നമുക്ക് സാധാരണ ബസ്മതി വെച്ചിട്ട് അല്ലെങ്കിൽ ജീരകശാല അരി വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അരി കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിത് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 600 ഗ്രാം ചിക്കൻ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ്. ഈ ഒരു മുളക് പൊടി ഇല്ലെങ്കിൽ, ഈ ഒരു ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. ഈ ഒരു പാപ്രിക്ക പൗഡർ ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വരെ പുതിനയില അരിഞ്ഞത് ചേർക്കാം. ഏകദേശം അത്രയും തന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതാണ്. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. കാരണം നമ്മൾ ആ പാത്രത്തിൽ തന്നെയാണ് റൈസും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു പാത്രം ആദ്യം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ചിക്കൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് അല്ലെങ്കിൽ ബട്ടറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനിൽ പുരട്ടിയ മസാല ബാക്കിയുള്ളത് ഈ ബൗളിൽ തന്നെ വെക്കണം കേട്ടോ. ഇത് കളയരുത്. ഇത് നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. എങ്കിൽ മാത്രമേ ചോറിനും നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തൈരൊക്കെ കുറച്ച് അധികം ചേർത്തത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ബാക്കി ചോറിലും കൂടി ചേർക്കാനുള്ള മസാല കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഒരുപാട് സമയം വേവിക്കണ്ട കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഭാഗം ഒരു 4 മിനിറ്റും അത് കഴിഞ്ഞ് തിരിച്ചിട്ട് പിന്നെയും ഒരു 4 മിനിറ്റ് അത്രയും സമയം വേവിച്ചാൽ മതി. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി അത് ചോറിൽ കിടന്നിട്ട് വെന്തോളും. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗവും കൂടി ഒരു 4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ചോറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കും. അപ്പോഴേക്കും നന്നായിട്ടങ്ങ് വെന്ത് കിട്ടും. ഇപ്പോൾ മൊത്തത്തിലൊരു 8 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ 2 വശവും 4 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം എണ്ണയിൽ കിടക്കുന്ന ചിക്കൻ്റെ മസാല ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മൾ റൈസിൻ്റെ മുകളിൽ ഇട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഞാൻ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒരുമിച്ചങ്ങ് വഴറ്റാം. സവാള വഴറ്റി നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ക്യൂബിന് പകരം ചിക്കൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച ചിക്കൻ മാരിനേറ്റ് ചെയ്ത ആ മസാല ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മസാല ഉണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർക്കാം. പിന്നെ അരക്കപ്പോളം ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തത്. നിങ്ങൾ സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർക്കേണ്ടി വരും. പിന്നെ ഗ്രീൻ പീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഗ്രീൻ പീസൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ, കാരണം ചിക്കൻ സ്റ്റോക്കിലും അതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാലയിലും ഒക്കെ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെക്കുക. നമ്മൾ ഒഴിച്ച വെള്ളം നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ അടച്ച് വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് വെട്ടി തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കുകയാണ്. റൈസ് ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. എന്നാലും ഇതിലിപ്പോഴും ധാരാളം വെള്ളമുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രമേ ലോ ഫ്ലെയിമിൽ ഞാൻ വേവിച്ചുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചിക്കനിൽ നമ്മൾ നേരത്തെ ബാക്കി വന്ന മസാലയൊക്കെ ഇട്ടല്ലോ, അത് ആ നെയ്യും ആ വെള്ളമൊക്കെ കൂടെ തന്നെ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 15 മിനിറ്റ് ഈ റൈസും ചിക്കനും ഒക്കെ കൂടി വീണ്ടും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പട്ടുപോലെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ ചിക്കനും വളരെ സോഫ്റ്റാണ് കേട്ടോ. ചിക്കനിലാണെങ്കിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് ചേർത്തതുകൊണ്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ചോറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വളരെ രുചിയായിട്ടുള്ള നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ക്രാൻബെറീസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈഡ് ക്രാൻബെറീസാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ പോമഗ്രാനൈറ്റാണ് ഇതിൽ ഇടുന്നത്, അനാറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രാൻബെറീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു റെഡ് കളറിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ഇതിന് നമുക്ക് നമ്മളുണ്ടാക്കുന്ന ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, മന്തിക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന അത്, അല്ലെങ്കിൽ നമ്മുടെ റൈത്ത, അതൊക്കെ ഉണ്ടായാൽ തന്നെ വളരെ രുചിയായിട്ട് കഴിക്കാവുന്നതാണ്. വേറെ കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചിയായിട്ടുള്ള ഒരു റൈസാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്